ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ തംബ്ലൈൻ കണ്ട പോലെ ക്യാൻവ യൂസ് ചെയ്തിട്ട് എഡിറ്റിംഗ് എങ്ങനെ ഈസി ആയിട്ട് പഠിക്കുക എന്നുള്ള വീഡിയോ ആണ്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്ലേ സ്റ്റോർ എടുത്തിട്ട് ക്യാൻവ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഓൾറെഡി നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്ലേ സ്റ്റോറിൽ ക്യാൻവ എന്നത് ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കാം. ടെക്സ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാം കേട്ടോ. അപ്പോൾ അത് നമ്മൾ സൈനപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ സൈനപ്പ് ചെയ്യാൻ നമുക്ക് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് അതുപോലെ തന്നെ ഗൂഗിൾ അക്കൗണ്ട് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ ക്യാൻവ നമുക്ക് ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ എന്ന് പറഞ്ഞിട്ടുള്ള ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. അപ്പോൾ അത് നമ്മുടെ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് ഓപ്പൺ ചെയ്യണ സമയത്ത് ജസ്റ്റ് ക്യാൻവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലൂ ആയിട്ട് ഇതാ ഇങ്ങനെ ഒരു പിക്ചറാണ് വരിക കേട്ടോ. അത് ഓപ്പൺ ആയിട്ട് വരുന്ന സമയത്ത് ഒരുപാട് സെർച്ച് ടെംപ്ലേറ്റ്സുകളും ഒക്കെ ആയിട്ട് നമുക്ക് വരും. അതിൽ മാജിക് വീഡിയോസ്, ആഡ്സ്, സോഷ്യൽ മീഡിയാസ്, വീഡിയോസ്, വീഡിയോ എഡിറ്റർ, പ്രസൻറ്റേഷൻ, പ്രിൻറ്റ് പ്രൊഡക്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ക്യാൻവയിൽ ഒറ്റ ക്ലിക്ക് കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും കേട്ടോ. മറ്റുള്ള ആപ്പിൽ ഒരു എഡിറ്റിംഗ് മാത്രമാണെങ്കിൽ ഇവിടെ ഒരുപാട് ഒന്നിൽ കൂടുതൽ എഡിറ്റിങ്സ് നമുക്ക് ഒന്നിച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ വൈറ്റ് ബോർഡ്, പ്രസൻറ്റേഷൻസ് ഒക്കെ നമുക്കിതിൽ എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ഇതിൽ ചെയ്യാൻ പോകുന്നത് ഒരു പോസ്റ്റർ ഡിസൈനിങ് ആണ്. അപ്പോൾ അതെങ്ങനെ ആണ് നമ്മൾ പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഈസി ആയിട്ട് എങ്ങനെ പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാര്യമായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് സെർച്ച് ടെംപ്ലേറ്റ്സ് എന്ന് കൊടുത്തിരിക്കുന്ന ഒരു സെർച്ച് ബാർ ഉണ്ടല്ലേ, അവിടെ പോസ്റ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരുപാട് പോസ്റ്റേഴ്സ് താഴെയായിട്ട് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഈ തരത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പോസ്റ്റേഴ്സ് എഡിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിൽ ഈസി ആയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇതിൽ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഒരു കണ്ടന്റിനനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സ്, അതുപോലെ തന്നെ പോസ്റ്റേഴ്സ് ക്രിയേഷന് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സ്, അവർക്കൊക്കെ ക്യാൻവ ഒരുപാട് ഇഷ്ടപ്പെടും. ബിക്കോസ് എന്താ വെച്ചെങ്കിൽ നമുക്ക് ക്യാൻവ ആകുമ്പോൾ ഈസി ആയിട്ട് പെട്ടെന്ന് അത് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഒരു പോസ്റ്റർ ക്രിയേഷൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനൊക്കെ ഏകദേശം പോസ്റ്ററൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ക്യാൻവ യൂസ് ചെയ്തിട്ടാണ്. നമുക്ക് നല്ലൊരു ക്ലാരിറ്റിയിൽ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ഒരു ഫുഡിൻ്റെ ഒരു പോസ്റ്ററാണ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ അതിന് പറ്റിയൊരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യാണ്. ഓക്കെ, ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഇതാ ഇങ്ങനെയാണ് വരുന്നത്. മുകളിലൊരു വൈറ്റ്, താഴെ വേറൊരു കളറും കൊടുത്തിട്ട് ഈ കളേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. ആദ്യമായിട്ട് നമുക്ക് ടെക്സ്റ്റ് എങ്ങനെ ചേഞ്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം. ന്യൂ സ്പെഷ്യൽ എന്ന് കൊടുത്തിരിക്കുന്ന ഈ ഒരു ടെക്സ്റ്റിനെ നമുക്ക് നമ്മുടേതായ കണ്ടന്റ് അനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ എന്താണോ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് വെച്ചെങ്കിൽ ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ അവിടെ സ്പെഷ്യൽ ബിരിയാണി എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നേരത്തെ കാണിച്ചിരിക്കുന്ന ഒരു ടെക്സ്റ്റ് ഇല്ലേ, അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് വരും. അതുപോലെ തന്നെ ഇതിനെ മൂവ് ചെയ്യാനും ഈസിയാണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് എവിടെയാണോ നമ്മുടെ ടെക്സ്റ്റ് പ്ലേസ് ചെയ്യേണ്ടത് വെച്ചെങ്കിൽ അവിടേക്ക് നമുക്ക് കൊണ്ടുപോയിട്ട് മൂവ് ചെയ്യാം. അതുപോലെ നമ്മളിതിൽ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് നമ്മൾ എഡിറ്റ് ചെയ്ത പോലെ തന്നെ അതിൽ കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സിനെ കൂടി നമുക്ക് എഡിറ്റ് ചെയ്യാൻ ഈസി ആയിട്ട് പറ്റും കേട്ടോ. ഗാലറിയിൽ ഓൾറെഡി നമ്മുടെ പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ അതിന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് അവിടെയുള്ള ആ ഒരു ഫോട്ടോനെ റീപ്ലേസ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് ഒക്കെ നോക്കുക. അതൊക്കെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ടെക്സ്റ്റിന് വരുന്ന ചേഞ്ചസ് ഒക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ടറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു പുതിയൊരു വീഡിയോയിൽ ചെയ്യുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ഇതുപോലെ ഇതിൽ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇപ്പോൾ ടെക്സ്റ്റിൻ്റെ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മൾ നോക്കുന്നത്. ജസ്റ്റ് സെലക്ഷൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഏത് കളറാണ് വേണ്ടതെങ്കിൽ ആ കളറൊന്ന് ജസ്റ്റ് ചൂസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതിൽ ഡബിൾ ഷെയ്ഡ് കളേഴ്സും ത്രിബിൾ ഷെയ്ഡ് കളേഴ്സും ഒക്കെ ഉണ്ട്, മിക്സ്ഡ് ആയിട്ടുള്ള കളേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് ടെക്സ്റ്റിനാണോ നമ്മൾ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് അതിൻ്റെ ടെക്സ്റ്റ് ചേഞ്ച് ആയിട്ട് വരുന്നത് കാണാം കേട്ടോ. നിങ്ങൾക്ക് ഓൾറെഡി കാണുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇതുപോലെയൊക്കെ ടെക്സ്റ്റേഴ്സ് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ അതിൽ ഉള്ള പിക്ചർ എങ്ങനെ ചേഞ്ച് ചെയ്യുക എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പുതിയ പുതിയ വീഡിയോസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.